കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് നമുക്കറിയാൻ കഴിയും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് തീയതിയും ഫലപ്രഖ്യാപന തീയതിയും പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷ. എന്തായാലും കേരളത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 3-ാം വാരത്തിലാകും മിക്കവാറും വോട്ടെടുപ്പെന്നാണ് സൂചന. മെയ് ആദ്യ വാരം തന്നെ ഫലപ്രഖ്യാപനം വരാൻ സാധ്യതയുണ്ട്. പ്രഖ്യാപനത്തിന് മുന്നേ കേരളത്തിൽ രാഷ്ട്രീയ ചൂട് കനത്തു വരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് സാധ്യതയെക്കുറിച്ച് പറയാൻ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരും. അതുപോലെ ഈ കക്ഷി രാഷ്ട്രീയ രംഗത്ത് ചൂട് കൂടുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരം ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ മുന്നണികളുടെ കോട്ടകൾ തകർന്നു വീഴുമോ എന്നുള്ള ആശങ്കയുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായി ബി ദിലീപ് കുമാർ ചേരും. ആദ്യം ഡൽഹിയിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം വിനീത വിജി ചേരുന്നു. വിനീത, വിവരങ്ങൾ ഇന്ന് വൈകിട്ട് 4 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഞാൻ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിലാണുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇവിടെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് വിജ്ഞാൻ ഭവനിലാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലായിരിക്കും കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. നിലവിൽ ഏപ്രിൽ 17-നോട് അനുബന്ധിച്ച വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യതയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2021-ലേതിന് സമാനമായി മെയ് 2-ാം വാരത്തോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും. ഇന്ന് രാവിലെ നടക്കുന്ന യോഗത്തിൽ ഈ 5 സംസ്ഥാനങ്ങളിലെയും സന്ദർശനത്തിന് ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവർ ഇന്നത്തെ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നേരത്തെ ഈ സംസ്ഥാനങ്ങളിലെത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് വിജ്ഞാൻ ഭവനിലായിരിക്കും വാർത്താ സമ്മേളനം ഉണ്ടാവുക. അതിൽ കേരളം, തമിഴ്നാട്, അസം എന്നിവിടങ്ങളിൽ ഏതാണ്ട് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടന്നേക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്നാൽ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നത് 8 ഘട്ടമായിട്ടാണ്. അത് ഇത്തവണ ചുരുക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. 5 അല്ലെങ്കിൽ 3 ഘട്ടമായിട്ടായിരിക്കും പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് ഉണ്ടാവുക. അസമിലും 3 ഘട്ടമായി നടത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം കേരളത്തിൽ 140 സീറ്റുകളിലേക്കും പശ്ചിമ ബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനവും പരിശോധനകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ഇന്ന് രാവിലെയോടുകൂടി ഒരു യോഗം ചേരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ചേർന്ന പതിവ് യോഗമാണ്. ഇന്ന് ഞായറാഴ്ചയാണ് എങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി യോഗം ചേരും. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് വിജ്ഞാൻ ഭവനിൽ വാർത്താ സമ്മേളനം നടത്തും. വാർത്താ സമ്മേളനത്തിൽ കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തീയതി പ്രഖ്യാപിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.